എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 27 അല്ലേ. 27ാമത്തെ അധ്യായത്തിലെ 15 ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് ആ ജ്ഞാനത്തെ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭൗതിക സുഖങ്ങളിൽ ആസക്തിയോടുകൂടി കഴിയുന്ന അദ്ദേഹത്തിന് ആ ഒരു അറിവ്, ഇതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്ന അറിവിനെ പറഞ്ഞു കൊടുക്കാൻ അതിനൊരു ഉദാഹരണമായിട്ട് പുരഞ്ജന രാജാവിൻ്റെ കഥ പറയാൻ തുടങ്ങി. പുരഞ്ജൻ ഇങ്ങനെ ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുകയാണ്. ഭാര്യയോടുള്ള ഒരു കാമാസക്തിയും സ്നേഹവും മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് മക്കളൊക്കെ ഉണ്ടായപ്പോൾ മക്കള്, പേരക്കുട്ടികൾ, രാജ്യം, ആ പാഞ്ചാലപുരി, ആ നഗരം, ഗജനാവ്, സേവകർ, ഇവരോടൊക്കെയുള്ള മമത, അറ്റാച്ച്മെൻറ്റും കൂടി മനസ്സിൽ നിറഞ്ഞപ്പോൾ ആ ഒരു ലൗകിക ജീവിതത്തിൽ അങ്ങനെ സുഖിച്ചു മുന്നോട്ട് പോവുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിന് ആഗ്രഹങ്ങളൊക്കെ കുറേ കൊണ്ട് നടക്കുക, അതൊക്കെ നേടിയെടുക്കാൻ ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ട് യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുക, പുണ്യം നേടാനായിട്ടൊക്കെ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വാർദ്ധക്യം വരുന്നത്, അതായത് കാലം കടന്നു പോകുന്നത് പോലും ഓർക്കണില്ല. എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, യൗവനമൊക്കെ കഴിഞ്ഞു പോയിന്ന് ഓർക്കാതെ അതിലങ്ങനെ രമിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ആ കഥ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു കാലം എന്ന ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവിടെയും ഒരു കഥ പറയുകയാണ്. അതാണ് കാലകന്യകയുടെ കഥ. കാലത്തെ ഒരു കന്യകയായി ചിത്രീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കഥയാണത്. അപ്പം അത് തുടങ്ങിയപ്പോൾ അപ്പോൾ അത് നാരദ മഹർഷിയാണ് പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുന്നത്. പുരഞ്ജന രാജാവ് ഇങ്ങനെ രമിച്ച് ജീവിക്കുമ്പോൾ കാലം വന്നതറിയുന്നില്ല, വാർദ്ധക്യം വന്നെത്തിയത് എന്ന് പറഞ്ഞിട്ട് ആ കാലത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ചരിതം പറഞ്ഞു കൊടുക്കുന്നതാണ്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവ്, അദ്ദേഹത്തിന് 360 ഗന്ധർവന്മാർ, നല്ല ശക്തിയുള്ള സേനകളായിട്ട്, ഗന്ധർവന്മാരോട് കൂടിയ നല്ല ശക്തിയോട് കൂടിയ ഒരു സേനയുമുണ്ട് ഈ ചണ്ഡവേഗൻ എന്ന ഗന്ധർവ രാജാവിന്. ഈ 360 ഗന്ധർവന്മാർക്കും ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരുണ്ട്. അപ്പം 360 സ്ത്രീകളും. അപ്പം 360 ഗന്ധർവന്മാരും 360 സ്ത്രീകളും ചേർന്നിട്ട് ഈ പുരഞ്ജനപുരിയെ ആക്രമിക്കാൻ തുടങ്ങി. അതായത് സുഖമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പുരഞ്ജനപുരിയെ ആക്രമിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഓരോ പ്രാവശ്യം ഇവർ പുരഞ്ജനപുരിയെ ആക്രമിക്കുമ്പോഴും പുരഞ്ജനപുരിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന 5 ശിരസോടു കൂടിയ നാഗം അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നു. മനസ്സിലായ? അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അവിടെ വരെയാണ് ഇന്നലെ കണ്ടത്. ഇന്ന് 16ാമത്തെ ശ്ലോകം. സഹ സപ്തഭിഃ ശതൈഃ ഏകഃ വിംശത്യാ ച ശതം സമാഹ പുരഞ്ജനപുരാധ്യക്ഷഃ ഗന്ധർവൈഃ യുയുധേ ബലി. സഹ ആ സപ്തഭിഃ ശതൈഃ, വിംശത്യ എന്ന് വെച്ചാൽ സപ്തഭി എന്ന് വെച്ചാൽ 7, ശതൈഹി എന്ന് വെച്ചാൽ 100, അപ്പോൾ എത്രയായി? 700. വിംശത്യ എന്ന് വെച്ചാൽ 20, അപ്പോൾ 720 ആ ഒരു സൈന്യത്തെ, അതായത് ഗന്ധർവന്മാരുടെ 360 ഗന്ധർവന്മാരും, അതായത് ചണ്ഡവേഗൻ്റെ സൈനികരായിട്ടുള്ള 360 ഗന്ധർവന്മാരും അവരുടെ പത്നിമാരും, 360 പത്നിമാരും, അപ്പോൾ എത്രയായി? 720 പേരാണ് ഈ പുരഞ്ജനപുരിയെ ആക്രമിച്ചത്. ഈ 720 പേരെയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 100 വർഷം പുരഞ്ജനപുരിയുടെ അധ്യക്ഷനായിരുന്ന ആ ബലി, വളരെ ശക്തവാനായിട്ടുള്ള ആ സർപ്പം
ഗന്ധർവൈഹി ഈ 720 ഗന്ധർവന്മാരോടും യുദ്ധം ചെയ്തു എന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ 720 ഗന്ധർവന്മാരും പുരഞ്ജനപുരിയെ ആക്രമിക്കുമ്പോഴും പുരഞ്ജനപുരിയുടെ അധ്യക്ഷനായി നിന്നുകൊണ്ട് ശക്തനായ ആ സർപ്പം ഈ ഗന്ധർവന്മാരോട് 100 വർഷം യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ യുദ്ധം ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇവരെ തോൽപ്പിക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്ത് ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുഭിഹി യുധ ചിന്താം പരാം ജഗാമ ആർത്ത സ രാഷ്ട്രപുരബാന്ധവഃ. അതായത് ആ ക്ഷീയമാണേ എന്ന് വെച്ചാൽ ക്ഷീണിച്ചു പോയിന്ന് ആ സർപ്പം. സ്വസംബന്ധേ അതായത് പുരഞ്ജനൻ്റെ സ്വന്തം സുഹൃത്തായിട്ടുള്ള സേവകനായിട്ടുള്ള ആ സർപ്പം ഏകസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് ബഹുഭിഹി ഒരുപാട് ഗന്ധർവന്മാരോട് നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ട് സർപ്പം ക്ഷീണിച്ചു പോയി. അത് കണ്ടിട്ട് ആർത്ത പുരഞ്ജനന് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയെന്ന്, ഒരു സങ്കടം തോന്നി. ആ സർപ്പം ഒറ്റയ്ക്ക് അവരോട് യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് വിഷമം തോന്നി. ആ രാഷ്ട്രത്തിലെ പുരബാന്ധവ അതായത് ആ പുരഞ്ജനപുരിയിലുള്ള മറ്റു ബന്ധുമിത്രാദികളോട് കൂടി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടി അവരോടൊപ്പം പുരഞ്ജന രാജാവിനും ചിന്താം പരാം ജഗാമ വളരെ ഒരു ഉത്കണ്ഠയും വിഷമവും തോന്നിയെന്ന് ഈ സർപ്പത്തിൻ്റെ വിഷമം കണ്ടിട്ടേ. അതായത് ഒറ്റയ്ക്ക് നിന്ന് ഈ ഗന്ധർവന്മാരോടുള്ള യുദ്ധം ചെയ്യുന്നത് കയറി വരാതിരിക്കാൻ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരഞ്ജന രാജാവിനും ആ പുരിയിലുള്ള മറ്റു ബന്ധുമിത്രാദികൾക്കും അതിൽ കുറച്ച് വിഷമം തോന്നി. അങ്ങനെ വിഷമം തോന്നിയാലും ആ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരുന്നിങ്ങനെ വിഷമിക്കുകയല്ല ചെയ്തത്. കുറച്ചൊരു സങ്കടം തോന്നി, ആവലാതി തോന്നിയെങ്കിലും വീണ്ടും പുരഞ്ജനൻ ഇതൊക്കെ മറന്ന് കുടുംബജീവിതത്തിലേക്ക് തന്നെ മുഴുകി. അതാണ് 18 പറയുന്നത്. സഹ ഏവ പുര്യാം മധുഭുക് പാഞ്ചാലേഷു സ്വപാർഷദൈഹി ഉപനീതം ബലിം ഗൃഹ്ണൻ സ്ത്രീജിതഃ ന അവിദത് ഭയം. സഹ ഏവ ആ പുരഞ്ജന രാജാവ് പാഞ്ചാല രാജ്യത്തിലെ പുര്യാം ഒരു നഗരത്തിൽ സ്വപാർഷദൈഹി ഉപനീതം ബലിയും സ്വന്തം സേവകന്മാർ ഉപനീതം കൊണ്ടുവരുന്ന ബലി നികുതിയെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കണ്ടല്ലോ, ആ നികുതിയെ ഗൃഹ്ണൻ സ്വീകരിച്ചിട്ട് സ്ത്രീജിത ഭാര്യയോടുള്ള ആസക്തിയും സ്ത്രീയിൽ കാമാസക്തിയോടുകൂടി ന അവിദത് ഭയം മറ്റൊരു ഭയവും മരണഭയമോ വാർദ്ധക്യം വരുമോ എന്നുള്ള ഭയമോ ഇതൊന്നും അങ്ങനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാതെ മധുഭുക്ക് എല്ലാ സുഖങ്ങളെയും ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ചു ജീവിച്ചു എന്ന്. അപ്പോൾ കുറച്ച് വിഷമം തോന്നി ആ സർപ്പത്തിനെ കുറിച്ച് ഓർത്തിട്ട്, പക്ഷെ അത് പിന്നെയും മറന്നു. വീണ്ടും പുരഞ്ജന രാജാവ് ആ പുരിയിലെ സേവകന്മാർ കൊണ്ടുവരുന്ന നികുതിയൊക്കെ സ്വീകരിച്ച് ഭാര്യയോടൊപ്പം ലൗകിക ജീവിതവും നയിച്ച് സുഖമായി മരണഭയമോ വാർദ്ധക്യം വരുമോ എന്നുള്ള ഭയമോ ഒന്നുമില്ലാതെ ഇങ്ങനെ സുഖമായിട്ട് എല്ലാ സുഖങ്ങളെയും അനുഭവിച്ച് ജീവിച്ചു പോന്നു. ഇനി പറയാണ് അങ്ങനെ ജീവിക്കവേ ശ്ലോകം 19 കാലസ്യ ദുഹിത കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചനഃ. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിസിനോടാണ് കഥ പറയുന്നത്. അപ്പോൾ ബർഹിഷ്മൻ അല്ലയോ പ്രാചീന ബർഹിസ് രാജാവേ അങ്ങനെ ഇരിക്കെ. അപ്പോൾ പുരഞ്ജന രാജാവ് അങ്ങനെ രാജ്യത്തിനെ ഇങ്ങനെ പുരിയെ ഇങ്ങനെ കീഴടക്കാൻ ആക്രമണങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ പുരിയിലെ സർപ്പം അതിനെ അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്നുണ്ട്. രാജാവ് ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെയും രാജാവ് മറന്നിട്ട് ആ പുരിയിൽ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. കാലസ്യ ഈ സമയത്ത് കാലൻ്റെ ദുഹിത മകളായിട്ടുള്ള കാജിത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരുവൾ എന്നർത്ഥം. കാലൻ്റെ മകളായിട്ടുള്ള ഒരുവൾ, ആ ഒരുവളുടെ പേര് ജര എന്നാണ്. അപ്പം മനസ്സിലായല്ലോ അതാരായിരിക്കുമെന്ന്. ജരാനര. കാലൻ്റെ മകളായിട്ടുള്ള ജരാനര അവൾ ത്രിലോകിയും 3 ലോകങ്ങളിലും വരം ഇച്ഛതി തനിക്ക് പറ്റിയ ഒരു ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിച്ച് പര്യടന്തി ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയായിരുന്നു എന്ന്. അപ്പോൾ ജരാനരയെ ഇവിടെ ഒരു കന്യകയായിട്ട് ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കാം. അപ്പോൾ ജരാനര തനിക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ ഭൂമി മുഴുവൻ ത്രിലോകങ്ങളിലും ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയോളൂ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ട് ജരാനരയെ വരിക്കോ? ജരാനര എന്ന് പറയുന്ന കന്യകയെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കോ? ഒരാളും ജരാനര ബാധിക്കരുതെന്നേ ആഗ്രഹിക്കുള്ളൂ.
അല്ലേ? വാർദ്ധക്യത്തെ ആരെങ്കിലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കൂ? ഇല്ല. വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുക, അല്ലേ? അത് വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുക. ചെറിയൊരു മുടി നരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കൈകാലുകൾ ഒന്ന് വേദന വരുമ്പോൾ, വാദം വരുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് പോകുന്നിടത്തേക്ക് ശരീരം കൊണ്ട് എത്തണില്ല എന്ന് തോന്നുമ്പോഴേക്കും സങ്കടം വന്നു തുടങ്ങും. പഴയ പോലേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമാണ് എല്ലാവർക്കും. അപ്പോൾ വാർദ്ധക്യത്തെ, ജരാനരയെ ആരും സന്തോഷത്തോടു കൂടി സ്വീകരിക്കില്ല. ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. ഈ സമയം കാലൻ്റെ മകളായിട്ടുള്ള കാലകന്യ, അവളുടെ പേര് ജര, ആ ജരാനര, അവൾ 3 ലോകങ്ങളും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ അന്വേഷിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജരാനരയ്ക്ക് ബാധിക്കാൻ പറ്റിയ ആരാ ഉള്ളത് എന്നിങ്ങനെ, ആരാ എന്നെ സ്വീകരിക്കാന്ന് വെച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്നർത്ഥം. പക്ഷേ കശ്ചന, ആരും തന്നെ ന പ്രത്യനന്ദത, അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചില്ല. എന്ന് വെച്ചാൽ ഇവിടെ കന്യകയായിട്ട് കാണുകയാണെങ്കിൽ ഒരാളും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന്, അതായത് അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. വാർദ്ധക്യത്തെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നർത്ഥം. ശ്ലോകം 20. ദൗർഭാഗ്യേന ആത്മന ലോകേ വിശ്രുത ദുർഭഗ ഇതി സാ യാ തുഷ്ടരാജർഷയേ തു വൃത ആദത് പൂരവേ വരം. ദൗർഭാഗ്യേന ആത്മന, അതായത് അവളെ ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ ആ ദൗർഭാഗ്യത്താൽ, തൻ്റെ ഈ ദൗർഭാഗ്യം നിമിത്തം, ലോകെ, ഈ ലോകത്തിൽ, ദുർഭഗ ഇതി, ദുർഭഗ എന്ന് വിശ്രുത, അവൾ വിഖ്യാതയായി, സഹ, അവൾന്ന്, അതായത് കാലത്തിൻ്റെ മകളായിട്ടുള്ള കാലകന്യക, അവൾക്ക് ദൗർഭാഗ്യമാണ്, അവളെ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ അവൾക്ക് ദുർഭഗ എന്നൊരു പേരും വന്നു ചേർന്നു. യാ, അവൾ, എന്നാൽ ഒരാൾ മാത്രം അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചുള്ളൂ എന്ന്, അതാണ് പറയുന്നത്. യാ, അവളെ, തുഷ്ട, വളരെ സന്തോഷത്തോടു കൂടി, രാജർഷയെ, ഒരു രാജർഷിയായിട്ടുള്ള, പുരവേ, പുരു മാത്രമേ, തു വൃത, സ്വയം സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചത്. അപ്പോൾ വരം അദാത്, അവൾ പുരുവിനെ വരം കൊടുക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ അവളെ സന്തോഷത്തോടെ ഈ കാലകന്യകയായ ജരയെ ആരും സ്വീകരിക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൗർഭാഗ്യത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ജരയ്ക്ക് ദുർഭഗ എന്നൊരു പേരും കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു രാജർഷിയായ പുരു മാത്രമാണ് അവളെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി സ്വീകരിച്ചത്. അപ്പോൾ പുരുവിനെ അവൾ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന്. ഇവിടെ വളരെ നിസ്സാരമായിട്ടാണ് അത് പറയുന്നത്. അതൊരു കഥയാണ്. ആ കഥ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഇവിടെ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥത്തിൽ ആ കഥ കൊടുത്തിട്ടുണ്ട്. പുരു രാജാവ് എന്തുകൊണ്ടാണ് ജരാനരയെ, വാർദ്ധക്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചത് എന്നതിൻ്റെ കാരണമാകുന്ന കഥ അത് ഞാൻ ഇവിടെ പറയാം. ഒരിക്കൽ പുരു എന്ന് പറയുന്ന, അതായത് ജര എന്ന് പറയുന്നത് വാർദ്ധക്യത്തെയാണ്. ജരയെ ആരും ഇഷ്ടപ്പെടില്ല. അതിനാൽ ജര, കാലത്തിൻ്റെ പുത്രി, അത്യധികം ദൗർഭാഗ്യവതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ആരും സന്തോഷത്തോടെ വാർദ്ധക്യത്തെ സ്വീകരിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യയാതി എന്ന മഹാനായ രാജാവിനെ അവളെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യകത വന്നു എന്ന്. യയാതി എന്ന് പേരുള്ള മഹാനായ രാജാവിന് ഈ ജരയെ വാർദ്ധക്യം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായി. അതിൻ്റെ കാരണം, യയാതി അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ശുക്രാചാര്യനായിരുന്നു. ശുക്രാചാര്യരുടെ മകളെയാണ് യയാതി വിവാഹം കഴിച്ചിരിക്കുന്നത്. ശുക്രാചാര്യരുടെ ശാപം നിമിത്തമാണ് ഈ യയാതിക്ക് വാർദ്ധക്യത്തെ സ്വീകരിക്കേണ്ടി വന്നത്, നിർബന്ധിതനായത്. ശുക്രാചാര്യൻ്റെ പുത്രിയെ യയാതിക്ക് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ അവളുടെ തോഴിമാരിൽ ഒരുവളായ ശർമ്മിഷ്ഠയെ അവളുടെ കൂടെ പറഞ്ഞയച്ചു. അപ്പം യയാതി ശുക്രാചാര്യരുടെ പുത്രിയെ വിവാഹം കഴിച്ചപ്പോൾ തോഴിയായിട്ട് ശർമ്മിഷ്ഠയെ കൂടെ പറഞ്ഞയച്ചു. യയാതി രാജാവ് ശർമ്മിഷ്ഠയിലും കൂടി ആസക്തിയുള്ളവനായി. അപ്പം യയാതിക്ക് ശുക്രാചാര്യരുടെ പുത്രിയായിട്ടുള്ള ഭാര്യ എന്നല്ല, ആ തോഴിയായ ശർമ്മിഷ്ഠയോട് ഒരു സ്നേഹം തോന്നി. ശുക്രാചാര്യരുടെ പുത്രി ഇതേപ്പറ്റി പിതാവിനോട് അവലാതിപ്പെടുകയും ചെയ്തു. ഉടനെ ശുക്രാചാര്യർ യയാതിയെ പ്രായമാകുന്നതിനു മുൻപ് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശപിച്ചു. യയാതിക്ക് പ്രായം വരുന്നത് ഈ യൗവനത്തിൽ തന്നെ ജരാനരകൾ ബാധിച്ച വാർദ്ധക്യം വരട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ എന്തായി, യയാതി രാജാവിന് ഈ സമയത്ത് യയാതി രാജാവിന് യൗവനയുക്തരായ 5 പുത്രന്മാരുണ്ടായിരുന്നു എന്ന്. യയാതിക്ക് 5 യൗവനപ്രായത്തിലുള്ള 5 പുത്രന്മാരുണ്ടായിരുന്നു. തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് പകരം അവരുടെ യൗവനം തനിക്ക് നൽകണമെന്ന് യയാതി തൻ്റെ പുത്രന്മാരോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു. തൻ്റെ വാർദ്ധക്യം, തനിക്ക് ശാപമായി കിട്ടിയ ഈ വാർദ്ധക്യം നിങ്ങൾ സ്വീകരിക്കും,
സ്വീകരിക്കുക, എന്നിട്ട് നിങ്ങളുടെ യൗവനത്തെ എനിക്ക് നൽകണമെന്ന് യയാതി രാജാവ് പുത്രന്മാരോട് 5 പുത്രന്മാരോടും ആവശ്യപ്പെട്ടു. ഏറ്റവും ഇളയ പുത്രൻ പുരു ഒഴികെ എല്ലാവരും പിതാവിൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു. പുരു ആണ് തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് പിതാവിൻ്റെ വാർദ്ധക്യം, യയാതിയുടെ വാർദ്ധക്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പുരുവിൻ്റെ യൗവനത്തെ പിതാവിന് കൊടുത്തത്. അപ്പോൾ ഈ കാലകന്യയായ ജരയെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ഒരേ ഒരാൾ മാത്രമാണ് ഈ ലോകത്ത്, അത് പുരുവാണെന്ന്. യയാതിയുടെ പുത്രൻ പുരുവാണ് സ്വീകരിച്ചത്. അപ്പോൾ യയാതിക്ക് ഭയങ്കര സന്തോഷമായി, വീണ്ടും യൗവനം കിട്ടി, മകന് തൻ്റെ വാർദ്ധക്യം, ശാപമായി കിട്ടിയ വാർദ്ധക്യവും കൊടുത്തു. യയാതിക്ക് സന്തോഷമായി. അപ്പോൾ സന്തോഷം കൊണ്ട് ആ നഗരത്തെ, ആ സ്വന്തം രാജ്യം യയാതിക്ക് യയാതി മകനെ ഏൽപ്പിച്ചു, പുരുവിനെ ഏൽപ്പിച്ചു. രാജ്യഭരണം രാജാവാക്കി പുരുവിനെ നിയോഗിച്ചു എന്നർത്ഥം. യൗവനം തിരിച്ചു കൊടുത്തതിൻ്റെ സന്തോഷം കൊണ്ട്. പക്ഷെ എന്താ കാര്യം, പുരുവിന് വാർദ്ധക്യം വന്നില്ലേ, വളരെ ചെറുപ്പത്തിലെ വാർദ്ധക്യം വന്നു. അതുകൊണ്ട് പുരുവിന് രാജ്യം ഒക്കെ കിട്ടിയെങ്കിലും അത് അനുഭവിക്കാൻ സാധിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ പുരു മാത്രമേ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി ജരയെ സ്വീകരിച്ചുള്ളൂ, വാർദ്ധക്യത്തെ സ്വീകരിച്ചുള്ളൂ. വേറെ ആരും അത് സ്വീകരിച്ചിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ വാർദ്ധക്യം വരരുതേ എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൾ എന്നെയും സമീപിച്ചു എന്ന് നാരദ മഹർഷി പറയാണ്. എന്നെ സ്വീകരിക്കൂ, അതായത് ഇവിടെ ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ വിവാഹം കഴിക്കൂ, ജരാനര എന്ന അർത്ഥത്തിൽ വരുമ്പോൾ വാർദ്ധക്യം വരട്ടെ അതിനെ സ്വീകരിക്കൂ എന്ന് പറയണം. അതാണ് ഇവിടെ പറയുന്നത്. കഥാചിത് അടമാന സ ബ്രഹ്മലോകാത് മഹീം ഗതം വവ്രേ ബൃഹത് വ്രതം മാം തു ജാനതി കാമമോഹിതഃ. കഥാചിത് നാരദ മഹർഷിയാണ് പറയുന്നത്. ഒരിക്കൽ അടമാന, ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സഹ, ആ കാലകന്യക, അതായത് ആരെ സ്വീകരിക്കണം, ആരാണ് എന്നെ സ്വീകരിക്കുക എന്നിങ്ങനെ നോക്കി ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലകന്യക ബ്രഹ്മലോകത്ത് നിന്ന് മഹി, ഭൂമിയിലേക്ക് ഗതം വന്നുകൊണ്ടിരിക്കുന്ന മാം, എന്നോട് വവ്രേ, അതായത് അവളെ സ്വീകരിക്കൂ എന്ന് അഭ്യർത്ഥിച്ചു എന്ന്. അതും ഞാൻ എങ്ങനെയുള്ളവനാണ്, ബൃഹത് വ്രതം, അതായത് ആ ബ്രഹ്മചര്യവ്രതം കഠിനമായ യോഗനിഷ്ഠയും അനുഷ്ഠിക്കുന്നവനാണ്. തു ജാനതി, അത് അനുഷ്ഠിക്കുന്നവനാണ് ഞാൻ എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കാമമോഹിത, എന്നോടുള്ള മോഹത്താൽ അവൾ എന്നെ സ്വീകരിക്കൂ എന്ന് എന്നോടും ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് നാരദ മഹർഷി ബ്രഹ്മലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഒരിക്കൽ ഈ കാലകന്യ ജരാനര എന്നെ കണ്ടിട്ട് എന്നെ സ്വീകരിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ ഒരു എന്താ പറയുക, കൃത്യമായ ഒരു നിഷ്ഠയോട് കൂടിയിട്ടുള്ള ബ്രഹ്മചര്യം യോഗാവസ്ഥയും പ്രാപിച്ച ആളാണ് എന്ന് അറിഞ്ഞ്. അപ്പം നാരദ മഹർഷിയുടെ പ്രത്യേകത എന്താ, എപ്പോഴും യൗവനപ്രായമാണല്ലേ. നാരദ മഹർഷിക്ക് വാർദ്ധക്യം വരികയില്ല. അദ്ദേഹത്തിൻ്റെ യോഗനിഷ്ഠ കൊണ്ട് അദ്ദേഹം ആ അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ത്രിലോകങ്ങളും ചുറ്റി സഞ്ചരിക്കാനും കഴിയും. യൗവനത്തിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷിയെ കണ്ടിട്ട് എന്നെ സ്വീകരിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നാരദ മഹർഷി പറയാണ്, ഞാൻ ഈ ഒരു യോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും കൂടി അവൾ എന്നോട് അത് ആവശ്യപ്പെട്ടു. പക്ഷെ നാരദ മഹർഷി അത് സ്വീകരിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ജരാനരകൾ ബാധിക്കില്ല. അതാണ് ശ്ലോകം 22 പറയുന്നത്. മയി സംരംഭ്യ വിപുലം അതാത് ശാപം സുദുസഹം സ്ഥാതുമർഹസി നായേകത്ര മത് യാജ്ഞാ വിമുഖ മുനേഹേ. മയി സംരംഭ്യ, ഞാനത് നിഷേധിച്ചപ്പോൾ, മയി എന്നാൽ നിഷേധിക്കപ്പെട്ടപ്പോൾ, സംരംഭ്യ കോപം വന്നു എന്ന് കാലകന്യകയ്ക്ക് ജരയ്ക്ക് കോപം വന്നിട്ട്, വിപുലം അത്യധികം കോപം വന്നിട്ട്, സുദുസഹം സഹിക്കാൻ കഴിയാതെ, ശാപം അതാത്ത് എന്നെ ശപിച്ചു. നാരദ മഹർഷി പറയാണ്, അപ്പോൾ അവൾ പറഞ്ഞ ജരയെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ അത്യധികം കോപം വന്നിട്ട് എന്നെ ശപിച്ചത് ഇങ്ങനെയായിരുന്നു. ഹേ മുനെ, അല്ലയോ മുനെ, മതിയാജ്ഞ വിമുഖ, എൻ്റെ ആജ്ഞ സ്വീകരിക്കാത്ത അങ്ങ് ന ഏകത്ര, ഒരിക്കലും ഒരിടത്തും സ്ഥാതും അർഹസി, സ്ഥിരമായിരിക്കാൻ കഴിയാത്തവനാവട്ടെ എന്ന്. നാരദ മഹർഷിക്ക് ഒരിക്കലും ഒരു ഭൂമിയോ ഒരു സ്ഥലമോ ഒന്നുമില്ല അല്ലേ. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീടാ, ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാത്തവനാണ് അദ്ദേഹം. അത് ഈ കാലകന്യകയായ ജരയുടെ ശാപം മൂലമാണ്. ഒരിക്കലും ഒരിടത്തും സ്ഥിരമായി ഇരിക്കാൻ കഴിയാത്തവനാകട്ടെ എന്ന് കാലകന്യ ജര അദ്ദേഹത്തെ ശപിച്ചു.
അപ്പോൾ നാരദ മഹർഷി അവൾക്ക് പറ്റിയ, നിനക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു വരനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നത് വേറൊരാളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഞാനല്ല നിനക്ക് സ്വീകരിക്കാൻ പറ്റിയ വരൻ, നിനക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു വരനുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നതാണ് ശ്ലോകം 23. തതഃ വിഹത സങ്കൽപ്പ കന്യകാ യവനേശ്വര യവന ഈശ്വരം മയാ ഉപദിഷ്ടം ആസാദ് വവ്രേ നാംന ഭയം പതിം. തതഃ അനന്തരം വിഹിത സങ്കല്പം, താൻ ആഗ്രഹിച്ചത് നേടാൻ കഴിയാത്ത കന്യക, ആ കാലകന്യ ജര, യവന ഈശ്വരം, യവന രാജാവിനെ മയാ ഉപദിഷ്ടം, ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ട്, ഞാൻ നിർദ്ദേശിച്ചിട്ട്, ആസാദ് എന്ന് വെച്ചാൽ പതിയും, അതായത് വവ്രേ പതിയും, അതായത് ഭർത്താവായി സ്വീകരിച്ചു. ഭയം നാംന, അതായത് ഒരു ഭയം എന്നു പേരുള്ള, അതാണ് നാംന നാമം, ഭയം എന്നു പേരുള്ള യവന രാജാവിനെ ഭർത്താവായി സ്വീകരിച്ചു എന്ന്. അപ്പം നാരദ മഹർഷിയാണ് പറഞ്ഞ് ഉപദേശിച്ച് വിട്ടത്. ഒരു യവന രാജാവുണ്ട്, രാജാവിൻ്റെ പേര് ഭയം എന്നാണ്, അദ്ദേഹത്തെ നീ ഭർത്താവായി സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ജരാനരയെ പറഞ്ഞേക്കാണ്. കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ജരാനര ബാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭയവും വരാം. അയ്യോ എനിക്ക് പ്രായമായോ, അയ്യോ എനിക്കിനി എത്ര കാലം ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഭയവും മനസ്സിൽ വരാൻ തുടങ്ങും. യൗവനം കഴിഞ്ഞോ എന്നുള്ള ഭയവും മിക്കവരുടെ ഉള്ളിലും തുടങ്ങും അല്ലേ. അപ്പം ജരാനരയും ഭയവും ഇത് രണ്ടും ഒരുമിച്ചാണ് പോവുക. അതാണ് നാരദ മഹർഷി പറഞ്ഞത്, യവന രാജാവായിട്ടുള്ള ഭയം എന്ന പേരുള്ള രാജാവിനെ നീ ഭർത്താവായി സ്വീകരിച്ചോളൂ എന്ന് നാരദ മഹർഷി ഉപദേശിച്ചു. അപ്പോൾ കാലകന്യ നേരെ പോയി യവന രാജാവിൻ്റെ, ഭയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഇതൊക്കെ തത്വങ്ങളാണ് കേട്ടോ. കാലകന്യ എന്ന് പറയുന്നത് ജരാനര, യവന രാജാവ് എന്ന് പറയുന്നത് ഭയം. അപ്പോൾ അവരൊരുമിക്കുമല്ലോ. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് കാലകന്യ. അതാണ് ശ്ലോകം 24. ഋഷഭം യവനാനാം ത്വാം വൃണേ വീര ഈപ്സിതം പതിം സങ്കൽപ്പഃ ത്വയി ഭൂതാനാം കൃതഃ കില ന രിഷ്യതി. ഋഷഭം യവനാനാം, യവനന്മാരിൽ ശ്രേഷ്ഠനായ ത്വാം അങ്ങയെ, വൃണേ ഞാൻ സ്വീകരിക്കുന്നു, വീര അല്ലയോ വീര, പതിം ഇപ്സിതം എൻ്റെ ഭർത്താവായിട്ട്, ഞാൻ ഇഷ്ടപ്പെട്ട ഭർത്താവായിട്ട് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയാണ് ത്വയി അങ്ങയിൽ ഭൂതാനാം സർവരും, സർവജീവജാലങ്ങളും സങ്കല്പം അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ കൃത അങ്ങയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഖില ന രിഷ്യതി അതൊരിക്കലും പാഴായി പോവില്ല എന്ന്. അതായത് എല്ലാവരും അവരുടെ സങ്കല്പങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ അങ്ങയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും പാഴായി പോകില്ല. എല്ലാ ജീവജാലവും, ഭൂതാനി എന്ന് വെച്ചാൽ ജീവജാലങ്ങളും, അതായത് ഒരു ഭയത്തോട് കൂടിയിട്ട്, അതാണ് അങ്ങയിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അത് സാധിക്കുമോ എന്നുള്ള ഭയത്തോടു കൂടി അത് ചെയ്യുക. അതാണ് എല്ലാവരും ജീവജാലങ്ങളും അവരുടെ ആഗ്രഹങ്ങളെ ഭയത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പാഴായി പോകാറില്ലല്ലോ. അതുപോലെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ്, എന്നെ ഭർത്താവായിട്ട്, എന്നെ അങ്ങ് ഭാര്യയായി സ്വീകരിക്കണം, എന്നെ അങ്ങ് വിവാഹം കഴിക്കണമെന്ന് ഈ ഭയത്തോട്, ഈ യവന രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പം എൻ്റെ ആഗ്രഹവും പാഴായി പോകരുതേ എന്ന് രാജാവിനോട്, യവന രാജാവായ ഭയത്തിനോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് കാലകന്യ ഒരു തത്വം പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം 25. ധൗ ഇമൗ അനുശോചന്തി ബാലൗ അസദ് അവഗ്രഹൗ യ ലോകശാസ്ത്ര ഉപനതം ന രാധി ന തത് ഇച്ഛതി, ന രാധി ന തത് ഇച്ഛതി. അതായത് ദൗ ഇമൗ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും, അനുശോചന്തി അവസാനം ദുഃഖിക്കുന്നു എന്ന്, ബാലൗ അജ്ഞരാണ് അവർ, അസദ് അവഗ്രഹം അനാവശ്യമായ പിടിവാശിയിലിരുന്നിട്ട്, അതാണ് പറയുന്നത് അസദ് അവഗ്രഹവും, അനാവശ്യമായ പിടിവാശികൾ കാണിച്ച് അവർ രണ്ടുപേരും അവസാനത്തിൽ അജ്ഞരായിട്ട് അവസാനത്തിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. ഇനി അവർ ആരൊക്കെയാ രണ്ടുപേര് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. യഹ ആരാണോ, ലോകശാസ്ത്ര ഉപനതം അതായത് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കും പൊതുവെ പറയുന്ന കീഴ്വഴക്കങ്ങളിലും പറഞ്ഞിരിക്കുന്ന രീതിയിൽ തത് തൻ്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ നാരാധി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതായത് കൊടുക്കേണ്ടതിനെ ദാനം കൊടുക്കുക, അങ്ങനെ കൊടുക്കുകയോ ന ഇച്ഛതി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയോ ചെയ്യാതെ വാശി പിടിച്ചിരിക്കുന്നത്.
ഈ ലോകത്ത് ആരാണോ ഈ ശാസ്ത്രവിധി പ്രകാരവും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് തൻ്റെ കയ്യിലുള്ളതിനെ കൃത്യമായിട്ട് ഇത്ര വെച്ച് ദാനം കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതിനെ കൊടുക്കുക, തന്നിലേക്ക് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക, ഈ കാര്യത്തെ അത് പൊതുവെ വേദങ്ങളിൽ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിനെ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയോ ദാനം ചെയ്യേണ്ടതിനെ ദാനം ചെയ്യുകയോ ചെയ്യാതെ വാശി പിടിച്ചിരിക്കുന്ന അജ്ഞന്മാരാരാണോ അവർ രണ്ടു കൂട്ടരും, സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കാത്തവരും കൊടുക്കേണ്ടതിന് കൊടുക്കാത്തവരും, ഇത് രണ്ടു കൂട്ടരും അവസാനം ദുഃഖിക്കും എന്നാണ് പറയുന്നത്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ സ്വീകരിക്കൂ, അങ്ങനെ സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങ് ദുഃഖിക്കും, അതാണ് ആ പറഞ്ഞത്. ഒരു തത്വമായിട്ട് പറയുകയാണ്. അതായത് ജനിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. വാനപ്രസ്ഥത്തിലേക്ക് കടക്കുമ്പോൾ പതുക്കെ ജരാനരകൾ ബാധിക്കാൻ തുടങ്ങും. അത് നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് വേദം അനുശാസിക്കുന്നതാണ് ഈ 4 ആശ്രമങ്ങൾ. അപ്പോൾ 4-ാമത്തെ ആശ്രമത്തിലേക്ക് 3-ാമത്തെ ആശ്രമത്തിലേക്ക് എത്തുമ്പോഴേക്കും ടെൻഷൻ കയറും. അയ്യോ ജരാനരകൾ ബാധിച്ചു, വയ്യ, കാല് നീങ്ങുന്നില്ല, കൈ നീങ്ങുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, അപ്പോൾ നിരാശ, ഭയം, എത്ര കാലം ഉണ്ടാവും, ഇതൊക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വീകരിക്കേണ്ടതിനെ കൃത്യമായി സ്വീകരിക്കുകയോ കൊടുക്കേണ്ടതിനെ കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അതിൽ വാശി പിടിച്ചിരുന്നാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നൊരു തത്വം കൂടി കാലകന്യ ഈ യവന രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭയത്തിന്. അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്ലോകം 26. അധോ ഭജസ്വാമാം ഭദ്ര ഭജന്തി മേ ദയാം കുരു ഏതാവാൻ പൗരുഷഃ ധർമ്മ യത് ആർത്താൻ അനുകമ്പതേ. എന്നിട്ട് കാലകന്യ തന്നെയാണ് പറയുന്നത്. അധോ ആയതിനാൽ ഭജസ്വ മാം അങ്ങ്, അതായത് എന്നെ അങ്ങ് സ്വീകരിച്ചാലും, ഭദ്ര അല്ലയോ ഭദ്ര എന്ന് വെച്ചാൽ മംഗളസ്വരൂപനെ, അങ്ങ് എന്നെ സ്വീകരിച്ചാലും, ഭജന്തി എന്ന് വെച്ചാൽ അങ്ങയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന എന്നെ അങ്ങ് സ്വീകരിച്ചാലും, മേ ദയാം കുരു എന്നോട് ദയ കാണിച്ചാലും. അപ്പോൾ കാലകന്യ പറയാണ് യവന രാജാവിനോട്, അതുകൊണ്ട് അങ്ങയെ ആശ്രയിച്ചു നിൽക്കുന്ന എന്നെ അങ്ങ് സ്വീകരിച്ചാലും എന്നോട് ദയ കാണിച്ചാലും. എന്നിട്ട് പറയാണ് യത് ആരാണോ ആർത്താൻ അനുകമ്പതേ ദുഃഖിക്കുന്നവരോട് അനുകമ്പ തോന്നി അവരെ സഹായിക്കുന്നത്, അതുമാത്രമാണെന്ന്. അതെന്താണോ ഏതാവാൻ അതൊന്നാണ് പൗരുഷഃ ഒരുവൻ്റെ ധർമ്മം, ഏറ്റവും വലിയ ധർമ്മം. തൻ്റെ മുന്നിൽ നിന്ന് വിഷമിക്കുന്ന ഒരാളോട് അനുകമ്പ തോന്നുക, അവനെ സഹായിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരമമായ ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ മുന്നിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു നിൽക്കുന്ന എന്നെ അങ്ങ് സ്വീകരിച്ചാലും എന്നോട് കരുണ കാണിച്ചാലും എന്ന് ഈ ഭയത്തിനോട് യവന രാജാവിനോട് കാലകന്യയായ ജര ആവശ്യപ്പെടുന്നു. അപ്പം കാലകന്യയുടെ വാക്കുകൾ കേട്ടിട്ട് ഇവിടെ ഭയം എന്ന യവന രാജാവ് പറയാണ്, കാലകന്യാ ഉദിതവചഃ നിശമ്യ യവനേശ്വരഃ ചികീർഷു ദേവഗുഹ്യം സാ സസ്മിതം താം അഭാഷതഃ. കാലകന്യ, അതായത് കാലകന്യ ഉദിതവചഃ പറഞ്ഞ വാക്കുകൾ നിശമ്യ കേട്ടിട്ട് യവനേശ്വര യവന രാജാവായ ഭയം അവളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ചികീർഷു എന്ന് വെച്ചാൽ പറയാൻ ആഗ്രഹിക്കുക. ദേവഗുഹ്യം ഈശ്വരൻ പോലും പരമം രഹസ്യമാക്കി വെച്ച ആ ഒരു കാര്യത്തെ ആ ഒരു കാര്യത്തെ സസ്മിതം പതുക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താം അഭാഷത അവളോട് പറയാൻ തുടങ്ങിയെന്ന്. അപ്പോൾ യവന രാജാവായ ഭയം കാലകന്യയോട് അവൾ പറഞ്ഞതൊക്കെ കേട്ടു. എന്നിട്ട് അവളോട് പറയാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു. അത് ഈശ്വരൻ പോലും പരമരഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം അവളോട് യവന രാജാവ് പറഞ്ഞു എന്ന്. എന്താണ് ആ സംഭവം എന്ന് വെച്ചാൽ, നിന്നെ ആരും ഇഷ്ടപ്പെട്ട് സ്വീകരിക്കില്ല, ജരാനരയെ ആരും ഇഷ്ടപ്പെട്ട് സ്വീകരിക്കില്ല. ഈ ലോകത്തെ മനുഷ്യരൊക്കെ മരണം, അതായത് ഭഗവാൻ പുറത്ത് പറയാൻ സാധാരണക്കാർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രഹസ്യമാണ് അത്. ആ പരമരഹസ്യത്തെയാണ് യവനരാജൻ ഈ കാലകന്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിന്നെ ആരും ഇഷ്ടത്തോടെ സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിന് സാധാരണക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കാരണക്കാർ ദേവന്മാരാണെന്ന്. സ്വർഗലോകങ്ങളിൽ വസിക്കുന്ന ദേവന്മാരാണ് അതിന് കാരണക്കാർ. നിന്നെ മനുഷ്യർ സന്തോഷത്തോടെ സ്വീകരിക്കാത്തതിൻ്റെ കാരണക്കാർ അവരാണ്, മനുഷ്യരല്ല അതിൽ കുറ്റക്കാർ. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ മരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്
ആ ഒരു യാഥാർത്ഥ്യം, മരണം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിൽ അങ്ങോട്ട് അംഗീകരിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ മുന്നിൽ പ്രതീക്ഷകളുണ്ടോ? പ്രതീക്ഷകളുണ്ടോ? നമ്മൾ ജനിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദിവസം മരണം വരും, ഉറപ്പായിട്ട് ഞാൻ പോവും എന്ന് ഉറപ്പിച്ച് ജീവിക്കണമെന്ന് ഇരിക്കാം. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുവന് പ്രതീക്ഷകളുണ്ടോ? പറയും. ഇല്ല. അവന് ആഗ്രഹങ്ങളുണ്ടാ? അത് വെട്ടിപ്പിടിക്കണം, ഇത് വെട്ടിപ്പിടിക്കണം. നിങ്ങൾ സ്വയം ചിന്തിക്കൂ, നിങ്ങളെക്കുറിച്ച് തന്നെ. നമ്മൾ ജനിക്കുന്നു, പഠിക്കുന്നു, വളരുന്നു, ജോലി നേടുന്നു. ഈ നേരത്തൊക്കെ അയ്യോ ഞാൻ എന്തായാലും ഒരു ദിവസം ഞാൻ അധികം താമസം ഉണ്ടാവില്ല, ഞാനൊരു 10-30 അല്ലെങ്കിൽ ഒരു 50 വർഷം കൂടിയൊക്കെ ജീവിക്കുള്ളൂ, ഞാനത് കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നൊരു ചിന്ത വന്നാൽ നിങ്ങൾ ഈ കണ്ട കാലമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ച ശ്രമം പിന്നെ ശ്രമിക്കൂ? ശ്രമിക്കില്ല. മനുഷ്യരത് ചെയ്യില്ല. മരണം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാര്യത്തിലും പരിശ്രമങ്ങൾ വരില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കില്ല. അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തായാലും ഒരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടതല്ലേ എന്നൊരു ധാരണയിൽ പോകും. അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമോ? എന്തായാലും ഒരു ദിവസം മരിച്ചു പോകും, ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവുമോ? ദൈവത്തെ പ്രാർത്ഥിക്കുമോ? നമുക്ക് ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പൂജയും പ്രാർത്ഥനയും നാമജപവും. കാരണം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടണം, ഭഗവാന്റെ ഒരു കൈത്താങ് ഉണ്ടാവണം ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അപ്പം അതിനെ തരണം ചെയ്ത് പോകണമെങ്കിൽ ഭഗവാൻ വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ഭാഗവതമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിൽ പകുതിയിലധികവും നിറവേറുന്നില്ല. അതിൻ്റെയൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ടെൻഷൻ, വിഷമമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ കുറേ പേര് പൂജകൾ ചെയ്യും, യാഗം ചെയ്യും, യജ്ഞം, നാമജപം, പ്രാർത്ഥന, ക്ഷേത്രദർശനം, ആശ്രമങ്ങളിൽ പോവുക, ഗുരുപരമ്പരകളുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാരണം നാളെ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയ ഈ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം മരണം എന്ന യാഥാർത്ഥ്യത്തെ ശരിക്കും നമ്മുടെ ഉള്ളിൽ മായ മറച്ചിരിക്കുക. അതിനെ നമ്മൾ ചിന്തിക്കുന്നില്ല പലപ്പോഴും എന്നല്ല, ഒരിക്കലും വല്ലപ്പോഴും അത്രയും ഏകാന്തതയിൽ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാണുക, വേറൊരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമുക്ക് അപ്പോഴാണ് മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിമിഷ നേരം നമ്മളൊന്ന് ചിന്തിക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. അല്ലാതെ ആ യാഥാർത്ഥ്യത്തെ മായ നമ്മുടെ ഉള്ളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ് മായ മറച്ചതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, ദേവന്മാരെ ദേവിമാരെ പൂജിക്കുക, പ്രാർത്ഥിക്കുക, യാഗം ചെയ്യുക, യജ്ഞം ചെയ്യുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ ആ യാഗയജ്ഞങ്ങളിലൂടെ ആ ഹവിസിനെ സ്വീകരിക്കുന്നത് ആരാ? ദേവന്മാർ, അല്ലേ? അവരുടെ ഭക്ഷണമാണത്. നമ്മൾ ഈ പ്രപഞ്ചം, പ്രകൃതി, ഇതിനെയൊക്കെ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ജീവിതം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല ജീവിതം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ പ്രപഞ്ച രൂപത്തിൽ ഈ ലോകത്തെ നമുക്ക് തന്ന വായുവായും അഗ്നിയായും ഒക്കെ നിൽക്കുന്ന ഈ ദേവന്മാരെ നമ്മുടെ കൃതജ്ഞത കാണിക്കാൻ നമ്മൾ യാഗം ചെയ്തു, യജ്ഞം ചെയ്ത് പൂജിച്ച് ആരാധിക്കുന്നു. അതാണ് അവർ സ്വീകരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ യാഗം, യജ്ഞം ഇതൊക്കെ നമ്മൾ ചെയ്യുമോ? നമ്മൾ ചെയ്യില്ല. ഒരു പൂജയും ചെയ്യില്ല. ഒരു ദേവന്മാരെ, നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ, നാളെ മരണം സംഭവിക്കുമെന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രതീക്ഷകളും ഇല്ല, ആഗ്രഹങ്ങളും ഇല്ല. ആ യാഥാർത്ഥ്യത്തിൽ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായ മനസ്സോടുകൂടി ഇരിക്കും. കുടുംബം കെട്ടിപ്പടുക്കണമെന്നോ, പുണ്യം നേടണമെന്നോ, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണമെന്നോ, സത്കർമ്മങ്ങൾ ചെയ്യണമെന്നോ, നമുക്കിതൊക്കെ തന്ന ഈ ലോകത്തിൻ്റെ പഞ്ചഭൂതങ്ങളായ ദൈവങ്ങളെ, ദേവീദേവന്മാരെ ആരാധിക്കണമെന്നോ, പൂജ ചെയ്യണമെന്നോ ഒന്നും മനുഷ്യനൊരാഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാവില്ല. അപ്പോൾ ആ ദേവന്മാർ തന്നെയാണ് ഈ മരണം എന്ന യാഥാർത്ഥ്യത്തെ, ആ ദേവന്മാർ ഒരു മായയിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്നും, നമുക്കറിയാം മരണം സംഭവിക്കുന്നു, പക്ഷെ നമ്മളാരും ചിന്തിക്കുന്നില്ല. അതൊരു വാസ്തവല്ലേ? സദാ നമ്മളാരും അതിൽ ചിന്തിക്കുന്നില്ല. നമ്മുടെ മനസ്സ്, നമുക്കറിയാം, ഒരറിവുണ്ട് മരണം എന്നോ സംഭവിക്കുന്നത്, പക്ഷേ ആ യാഥാർത്ഥ്യത്തിലല്ല നമ്മളാരും ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ആ യാഥാർത്ഥ്യത്തെ മറച്ചത് ആ ദേവന്മാർ മായയിലൂടെ അതിനെ മറച്ചു വെച്ചിരിക്കുക. കാരണം എന്നാലേ നമ്മൾ ആഗ്രഹങ്ങളോടും പ്രതീക്ഷകളോടും കൂടി ജീവിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കാൻ, ഈ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാഗം, പൂജ, ഹോമം, നാമജപം, ദേവ ആരാധനകൾ, ഇതൊക്കെ സത്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ. എന്നാലാണ് പുണ്യം
കിട്ടുക, അവരുടെ അനുഗ്രഹം കിട്ടുക. അപ്പോഴാണ് നമുക്ക് സമാധാനത്തോടെ ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നുമില്ല. മരണം എന്നൊരു യാഥാർത്ഥ്യം നാളെ നമ്മളെ കീഴടക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചെയ്യില്ല. അപ്പോൾ ആ മായയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഇത് മറച്ചത്. അതുകൊണ്ടാണ് നിന്നെ ആരും, അതായത് ആ മരണം എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പോലും ആരും ചിന്തിക്കുന്നില്ല. ആരും ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ആരും സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം, മരണം അവസാനം വരിക, ആ യാഥാർത്ഥ്യത്തെ പോലും മനുഷ്യൻ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ ജരാനരയെ ആരെങ്കിലും ഉൾക്കൊള്ളൂ? അതുകൊണ്ടാണ് നിന്നെ ആരും സ്വീകരിക്കാത്തത് എന്ന് യവന രാജാവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ശ്ലോകം 28, മയാ നിരൂപിത തുഭ്യം പതി ആത്മസമാധിന ന അഭിനന്ദതി ലോകഃ അയം ത്വാം അഭദ്രാം അസമ്മതാം. മയ, അതായത് എന്നാൽ, നിരൂപിത, അതായത് എനിക്കറിയാൻ സാധിച്ചു എന്ന്, ആത്മസമാധിന, ഈ യവനരാജാവ് പറയാണ്, ഞാൻ എൻ്റെ സമാധി അവസ്ഥയിൽ ഇരുന്നപ്പോൾ നിരൂപിത എന്ന് വെച്ചാൽ എനിക്കറിയാൻ സ്ഥാപിച്ചു, തുഭ്യം പതി, നിൻ്റെ ഭർത്താവ് ആരായിരിക്കുമെന്ന്, നിനക്ക് ഭർത്താവായി വരുന്നത് ആരായിരിക്കുമെന്ന് ഞാൻ എൻ്റെ യോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാണ് ന അഭിനന്ദതി, അതായത് സ്വീകരിക്കില്ല എന്ന്, ലോക അയം, ഈ ലോകം, ത്വാം അഭദ്ര, നിന്നെ, അഭദ്ര അമംഗളകാരിയായിട്ടുള്ള, അതാണ് അഭദ്രം എന്ന് പറയുന്നത്, അസമ്മതം, ആർക്കും സ്വീകരിക്കാൻ കഴിയാത്ത, ആർക്കും ഇഷ്ടമില്ല, അമംഗളകാരിയുമാണ് നീ. കാരണം വാർദ്ധക്യമല്ലേ, അതുകൊണ്ട് ഈ ലോകത്ത് ആരും നിന്നെ സ്വീകരിക്കില്ല. പക്ഷേ നിൻ്റെ ഭർത്താവായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ എൻ്റെ യോഗാവസ്ഥയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ശ്ലോകം 29 പറയാണ്, അതുകൊണ്ട് നിന്നെ എനിക്ക് ഭാര്യയായിട്ട്, നിൻ്റെ പതിയായിട്ട് ഞാൻ വരില്ല, നിൻ്റെ ഭർത്താവാവില്ല ഞാൻ. പക്ഷേ നീ നിരാശപ്പെടേണ്ട, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഇതാരാ? ഭയമാണ് ആൾ, യവന രാജാവ് അല്ലേ. നിന്നെ എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷേ നിൻ്റെ ഭർത്താവായിട്ട് വരുന്ന ആൾ ആരാണെന്ന് ഞാൻ യോഗാവസ്ഥയിൽ ഇരുന്നപ്പോൾ മനസ്സിലാക്കി. പക്ഷേ നീ വെറുതെ പോണ്ട, നമുക്ക് ഒരുമിച്ച് നിന്ന് വേണം പ്രവർത്തിക്കാനെന്ന്. മനസ്സിലായല്ലോ? ഭയവും ജരാനരയും എന്ന് യവന രാജാവ് അവളോട് പറയുകയാണ്. ഇനി 29ാമത്തെ ശ്ലോകത്തിൽ, ത്വാം അവ്യക്തഗതി ഭുങ്ഷ്വ ലോകം കർമ്മ വിനിർമ്മിതം യാഹി മേ പൃഥനായുക്ത യാഹി മേ പൃഥനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. അവളോട് പറയാണ്, ത്വാം, അതുകൊണ്ട് നീ അവ്യക്തഗതി, അതായത് അവ്യക്തമായ ഗതിയുള്ളവനാണ് ഞാൻ. അതെ, അല്ല, അതറിയാലോ. ഭയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗതി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് നിമിഷമാണ് മനസ്സിലേക്ക് ഭയം വന്ന് കയറണേന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതാണ് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സഞ്ചാരം, ഗതിയുള്ളവനാണ് ഭയം എന്ന് പറയുന്നത്. അവ്യക്തമായ ഗതിയുള്ളവനായ ഈ ഞാൻ എന്നോടൊപ്പം ലോക കർമ്മ വിനിർമ്മിതം, സ്വന്തം ഓരോരുത്തരും കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് പുനർജനിച്ചു വന്ന് അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ ലോകം, അതാണ് പറയുന്നത്. കർമ്മഫലങ്ങൾ അനുഭവിക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തെ ഭുങ്ഷ്വ, ആ ലോകത്തിലെ ഒരു മനുഷ്യനും നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കില്ല. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? ഭുങ്ഷ്വ എന്ന് വെച്ചാൽ കയറി പിടിച്ചോളുക, ആരോടും ചോദിക്കണ്ട നിന്ന്. ജരാനരയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബലമായിട്ട് നിനക്ക് തോന്നുന്നവരുടെ മേലിൽ നീ കയറിക്കോളുക. അവരുടെ അനുവാദം ചോദിച്ച് കയറാൻ നിന്ന് ആരും നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കില്ല. അപ്പോൾ ബലമായിട്ട് നീ അവരിലേക്ക് അങ്ങോട്ട് കയറി കൂടിക്കോളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, മേ, എൻ്റെ പൃഥനായുക്ത, എൻ്റെ ഭടന്മാർ, ഭയത്തിൻ്റെ ഭടന്മാർ ആരൊക്കെയാണോ അവരോടൊപ്പം ചേർന്നിട്ട് നീ പ്രജാനാശം പ്രണേഷ്യസി, അതായത് പ്രജകളുടെ എല്ലാവരുടെയും നാശത്തിന് വേണ്ടി ശ്രമിക്കുന്ന എന്നോടൊപ്പം കൂടിക്കോളൂ. യാഹി, നീ എന്നോടൊപ്പം കൂടിക്കോളൂ എന്നാണ്. നീ എന്നെ ഭർത്താവായി സ്വീകരിക്കണ്ട, ഞാൻ നിന്നെ ഭാര്യ സ്വീകരിക്കില്ല, പക്ഷേ നീ വെറുതെ പോവരുത്, എൻ്റെ ഭടന്മാരോടൊപ്പം നീ കൂടിക്കോളൂ. എന്നിട്ട് നീ എൻ്റെ ഭൃത്യന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും, നിനക്ക് തോന്നുന്നവരുടെയൊക്കെ മേല് നീ ധൈര്യപൂർവ്വം ബലമായിട്ട് അങ്ങോട്ട് കയറിക്കോളൂ. അല്ലാണ്ട് അവരോട് അനുവാദം ചോദിക്കണ്ട. കാരണം ഈ ലോകത്താരും നിന്നെ ജരാനരയെ സന്തോഷത്തോടെ സ്വീകരിക്കില്ല. അപ്പം നിനക്ക് തോന്നുന്നവരുടെ മേലെ നീ ബലമായിട്ട് അങ്ങോട്ട് കയറിക്കോളൂ. അങ്ങനെ കയറുമ്പോഴാണ് മനുഷ്യന് പതുക്കെ മുടി നരയ്ക്കൽ, വയ്യാണ്ടാവൽ, കയ്യും കാലൊക്കെ വേദന, വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചെറിയ ക്ഷീണം, പഴയ പോലെ നടക്കാൻ പറ്റായിക, ഇരിക്കാൻ ഇതൊക്കെ സംഭവിക്കുന്നത് അനുവാദം ചോദിക്കാതെ എൻ്റെ സുഹൃത്ഭടന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് നീ
ബലമായിട്ട് അങ്ങോട്ട് കയറി കൂടിക്കോളൂ ഓരോരുത്തരുടെ ശരീരത്തിലും. അങ്ങനെ പ്രാണികളെ ജീവനാശം നമുക്ക് മരണത്തിലേക്ക് നമുക്ക് എത്തിക്കാം എന്നാണ് യവനരാജാവ് കാലകന്യയോട് പറഞ്ഞു കൊടുത്തത്. ശ്ലോകം 30. പ്രജ്വാരഃ അയം മമ ഭ്രാതാ ത്വം ച മേ ഭഗിനി ഭവ ചരാമി ഉപഭ്യാം ലോകേ അസ്മിൻ അവ്യക്ത ഭീമസൈനികഃ. പ്രജ്വാരഃ അയം, പ്രജ്വാരൻ എന്നു പേരുള്ള മമ ഭ്രാത, എനിക്കൊരു സഹോദരനുണ്ട്. ഈ യവന രാജാവായ ഭയം പറയാണ്, പ്രജ്വാരൻ എന്ന പേരിൽ എനിക്കൊരു സഹോദരനുണ്ട്. ഇനി മുതൽ ത്വം, നീയും മേ ഭഗിനി ഭവ, എൻ്റെ സഹോദരിയായി ഭവിച്ചു. ഇന്നു മുതൽ നീ എൻ്റെ സഹോദരിയുമാണ്. അപ്പോൾ പ്രജ്വാരൻ എന്ന പേരിൽ എനിക്കൊരു സഹോദരനുമുണ്ട്. ഇന്നു മുതൽ ഈ ജരാനര എൻ്റെ കാലകന്യക എൻ്റെ സഹോദരിയുമാണ്. ചരാമി, സഞ്ചരിക്കാം നമുക്ക്, ഉപാഭ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടി, ലോകേ അസ്മിൻ, ഈ ലോകം മുഴുവനും, അവ്യക്ത ഭീമസൈനിക, അവ്യക്തമായ ഗതിയോടുകൂടിയ എൻ്റെ ഭീമസൈനിക, എൻ്റെ വലിയ സൈനികരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി നമുക്ക് ഒരുമിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ മേലെ ബലമായി നമുക്ക് കയറിക്കൂടാം. അപ്പം എൻ്റെ സഹോദരൻ പ്രജ്വാരനും നീ ഒരു സഹോദരി ജരാനരയും, നമുക്കൊരുമിച്ച് എൻ്റെ അവ്യക്തമായ ഗതിയോടുകൂടി എൻ്റെ വലിയൊരു ഭീമമായ സൈന്യമുണ്ട്. അതിൻ്റെ കാരണക്കാരാണ് ഈ സൈനികർ. ആ സൈനികരോടൊപ്പം നമുക്ക് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഉള്ളിലേക്ക് നമുക്ക് ബലമായിട്ട് അങ്ങോട്ട് അവരെ കയറിക്കൂടി മരണത്തിലേക്ക് എത്തിക്കാം എന്ന് യവന രാജാവ് ആയ ഭയം കാലകന്യകയായ ജരാനരയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നാരദ മഹർഷി പ്രാചീന ബർഹിസിനോടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ പുരഞ്ജന രാജാവിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. പുരഞ്ജന രാജാവ് സുഖമായി അങ്ങനെ രമിച്ച് ജീവിക്കുമ്പോൾ വാർദ്ധക്യം വരുന്നത് പോലും അറിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ വാർദ്ധക്യം എന്ന് പറയുന്ന ജരാനര എന്താണ്, അവളുടെ സ്വഭാവം, അവൾ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങിയത് എന്നുള്ള കഥയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഈ വാർദ്ധക്യം എന്ന് പറയുന്ന കന്യക ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചത് പുരു രാജാവ് മാത്രമാണ്. നാരദ മഹർഷിയെ സമീപിച്ചു സ്വീകരിക്കണം എന്ന് പറഞ്ഞു. നാരദ മഹർഷി സ്വീകരിച്ചില്ല. കാരണം നാരദ മഹർഷി നിത്യ യൗവനമാണ്, അതുകൊണ്ട് സ്വീകരിച്ചില്ല. പക്ഷെ അതുകൊണ്ട് അവൾ അദ്ദേഹത്തെ ശപിച്ചു, ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്തവനാകട്ടെ എന്ന്. പക്ഷെ നാരദ മഹർഷി അവൾക്ക് ഒരാളെ കാണിച്ചു കൊടുത്തു, യവന രാജാവായ ഭയം, അദ്ദേഹത്തെ സ്വീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കാലകന്യകയായ ജരാനര നേരെ പോയി യവന രാജാവിനോട് ഭാര്യയായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് പല തത്വങ്ങളും പറഞ്ഞു. വേണ്ടതിനെ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും കൊടുക്കേണ്ടതിനെ കൊടുക്കാനും ഒരു വ്യക്തിക്ക് കഴിയണം. ഇത് ചെയ്യാതെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ പറഞ്ഞതൊക്കെ, കാലകന്യ പറഞ്ഞതൊക്കെ കേട്ടിട്ട് യവന രാജാവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നീ അറിയാത്തൊരു സത്യമുണ്ട്. എന്തുകൊണ്ടാണ് നിന്നെ ആളുകൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ദേവന്മാർ മനുഷ്യരുടെ ഉള്ളിൽ സൃഷ്ടിച്ച ഒരു മായയാണ്. മരണം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. അവർ ഭൗതിക ജീവിതത്തിൽ പുണ്യവും സന്തോഷവും സുഖവും ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നതും. ഇവർ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭൂമിയിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മരണത്തെ അറിഞ്ഞുകൊണ്ട് ദേവന്മാർ മായയാൽ മറച്ചു വെച്ചതാണ്. അതുകൊണ്ടാണ് നിന്നെയും അവർ സ്വീകരിക്കാത്തത് എന്ന യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തിട്ട്, എൻ്റെ യോഗാവസ്ഥയിലിരുന്നപ്പോൾ ആരാണ് നിൻ്റെ ഭർത്താവ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇവിടെ നിന്നെ എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷെ നീ വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ കൂടിക്കോളൂ. എൻ്റെ സൈനികരുടെ സഹായത്തോടു കൂടി നീ ആരെങ്കിലും സ്വീകരിക്കുമോ എന്ന് ചോദിച്ച് നടക്കണ്ട. അങ്ങനെ ആരും നിന്നെ സ്വീകരിക്കില്ല. നിനക്ക് ഇഷ്ടമുള്ളവരുടെ മേലെ നീ ബലമായി അങ്ങോട്ട് കയറി കൂടിക്കോളൂ. അതിന് എൻ്റെ സൈനികർ നിന്നെ സഹായിക്കും. എനിക്കൊരു പ്രജ്വാനൻ എന്നൊരു സഹോദരനുണ്ട്. ഇന്നു മുതൽ നീ എൻ്റെ സഹോദരിയുമായിക്കോ. അപ്പോൾ ഭയത്തിനോടൊപ്പം കൂടിക്കോ. എന്നിട്ട് നമുക്ക് ഈ ലോകം മുഴുവൻ നടന്നിട്ട് ഓരോരുത്തരെയും കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടെ 27-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച 28-ാമത്തെ അധ്യായം. നമസ്തേ.